നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ 1-3 ഗോളുകൾക്കായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി FC കോപ്പൻഹേഗനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ ഏർലിംഗ് ഹാലൻഡിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഇരു പാദങ്ങളിലുമായി 2-6 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാനും അവർക്ക് സാധിച്ചിരുന്നു. എടുത്തു പറയേണ്ടത് ചാമ്പ്യൻസ് ലീഗിലെ ഏർലിംഗ് ഹാലൻഡിന്റെ പ്രകടനമാണ്. കരിയറിൽ ആകെ 37 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളാണ് ഹാലൻഡ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 41 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഉള്ള 20ാമത്തെ താരം ഇപ്പോൾ ഏർലിംഗ് ഹാലൻഡ് ആണ്. സിറ്റി ഇതിഹാസം അഗ്യൂറോ തന്റെ ചാമ്പ്യൻസ് ലീഗ് കരിയറിൽ ആകെ 41 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇതിനിടെ ഫുട്ബോൾ ലോകത്തെ എല്ലാ മഹാരഥന്മാരുടെയും റെക്കോർഡ് ഹാലൻഡ് തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതായത് 23ാമത്തെ വയസ്സിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ ഹാലൻഡിന് മാത്രം അവകാശപ്പെട്ടതാണ്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, കിലിയൻ എംബപ്പെ എന്നിവരുടെയൊക്കെ കണക്കുകളാണ് ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 23ാമത്തെ വയസ്സിൽ 11 UCL ഗോളുകളായിരുന്നു നേടിയിരുന്നത്. 26 മത്സരങ്ങളിൽ നിന്നായിരുന്നു അത്. ലയണൽ മെസ്സി 57 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളുകൾ കരസ്ഥമാക്കിയിരുന്നു. എംബപ്പെ 32 ഗോളുകൾ നേടിയിരുന്നു. എന്നാൽ ഇവരെയെല്ലാം ഏർലിംഗ് ഹാലൻഡ് മറികടക്കുകയായിരുന്നു. 140 ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് UCL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. ആ ഒരു റെക്കോർഡ് തന്നെയാകും ഇപ്പോൾ ഏർലിംഗ് ഹാലൻഡ് അൾട്ടിമേറ്റ് ആയിക്കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.